വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 3 മണ്ഡലങ്ങളിലാണ്, ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലും 2 അസംബ്ലി നിയോജക മണ്ഡലത്തിലുമാണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും 2 മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും ചേലക്കര അസംബ്ലി മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പ് ഇതിനകം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ചേലക്കര നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. വയനാട് നില മെച്ചപ്പെടുത്തും. പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യം വോട്ടിൻ്റെ കണക്കെല്ലാം വെച്ച് 3-ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. ആ 3-ാം സ്ഥാനത്ത് നിന്ന് ഇപ്പോഴും നല്ല രീതിയിൽ ബഹുദൂരം മുന്നേറി 1-ാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ചരിത്ര വിജയം പാലക്കാട് നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെയും മാധ്യമ വിചാരണയെയും എല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ LDF മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആ മുന്നേറ്റം UDFും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, BJPയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയ വിഭാഗങ്ങളും ഭൂരിപക്ഷ വർഗീയ വിഭാഗങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരേ സ്വരത്തിൽ ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണാടിയിൽ വെച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തിൽ സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നടത്തിയ ഒരു പരാമർശം, അത് തെറ്റായ പദപ്രയോഗങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വിമർശനത്തിന് വിധേയപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പരാമർശം. ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം മുതൽ കൃത്യതയോടെ പറഞ്ഞു വെച്ചത് തന്നെയാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. അത് ഞങ്ങളിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതല്ല. ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ, പാലക്കാട് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDP-യും മുസ്ലിം ലീഗുമായിട്ടും UDFുമായിട്ടും എന്ന് പറഞ്ഞാൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം സഖാവ് പിണറായി നടത്തിയിട്ടുള്ളത്. അപ്പോൾ മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശദീകരണമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡൻ്റാണ് എന്നർത്ഥം. ആ പ്രസിഡൻറ്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിൻ്റെ അപ്പുറം കടന്ന് ലീഗിൽ തന്നെ വലിയ പ്രസക്തിയൊന്നും ലഭിക്കാതെ ചില ആളുകൾ സാദിഖ് അലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും. ചില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാർത്താമാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട്. അവർ ട്രൗസർ ഊരിക്കും എന്ന് വരികയാണ് പറഞ്ഞത്. എന്തു പറയാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചില ആളുകൾ സംഘടിപ്പിക്കുന്നത്.
ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ലീഗ് ഉള്ളത് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഈ വർഗീയ ധ്രുവീകരണത്തിൽ നടത്തുന്ന ശ്രമം ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ മതപരമാക്കാനും മതത്തിൻ്റെ പേരിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം നടത്താനുമാണ് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ മതവികാരത്തെ ആളിക്കത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെയും SDP-യുടെയും ഒപ്പം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ വോട്ടർമാരും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളും തിരിച്ചറിയണം എന്നതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന RSSൻ്റെ BJP-യുടെ സമുന്നത നേതാവ് തികഞ്ഞ വർഗീയ പ്രചാരവേല RSSൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരാൾ ഇപ്പോഴ് കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ RSS ബന്ധം ഉപേക്ഷിച്ചു എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. BJP-യുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. RSS ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തെന്ത് നിലപാടാണ് അദ്ദേഹം. ഞാനതൊന്നും ആവർത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, എല്ലാവരുടെയും കയ്യിലുണ്ട് അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള മറുപേറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പത്രപ്രവർത്തകന്മാർ കേരളത്തിൻ്റെ KPCC പ്രസിഡൻറ്റിനോട് ചോദിച്ചു. ഈ ബാബറി മസ്ജിദ് തകർത്ത സമയം ഉൾപ്പെടെ സന്ദീപ് വാര്യർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ യാതൊരു പ്രയാസവുമില്ലാതെ കേരളത്തിലെ KPCC പ്രസിഡൻറ്റ് പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, നിങ്ങളെല്ലാം കയ്യിലതുണ്ട്, പറഞ്ഞത് വേറൊന്നുമല്ല, അത് ജാമുവാൻ കാലത്ത് ഉള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ പറയുന്നത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്നാണ്. ജാമുവാൻ്റെ കാലത്തുള്ള രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട് പത്രസമ്മേളനം ഇറങ്ങി പോവുകയാണ് യഥാർത്ഥത്തിൽ സുധാകരൻ ചെയ്തത്. ഒരൊറ്റ മാധ്യമവും ചർച്ച ചെയ്തില്ലല്ലോ. ഞങ്ങളാ മറ്റേ ഇമാതിരി വർത്തമാനം പറഞ്ഞതിൽ എന്തായിരിക്കും സംഭവം? ജാമുവാൻ കാലത്തെ രാഷ്ട്രീയമാണ് ബാബറി മസ്ജിദ് പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പള്ളി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ട് എത്ര ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. എന്തേ ഒരക്ഷരം നിങ്ങളാരും പറയാതിരുന്നത്? ഇതൊരു ഭാഗം. വേറൊരു ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ, പേര് ഞാനിപ്പോൾ പറയുന്നില്ല, വേണമെങ്കിൽ പിന്നീട് പറയാം, ശരിക്ക് പെയ്ഡ് ന്യൂസാണ്, പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന രീതി. ആ രീതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില വാർത്തകൾ, ചില സംവാദ രീതികൾ കോൺഗ്രസ്സിന് വേണ്ടി, പ്രധാനമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ആ ചെയ്തികൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിഭാഗം യഥാർത്ഥത്തിൽ പെയ്ഡ് പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസിന് അനുകൂലമായി രാഷ്ട്രീയം നിർമ്മിക്കുകയാണ്, ആശയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഞാൻ പറയുന്നില്ല, ചിലത് ഞങ്ങളുടെ മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുകയാണ്.
കേരളത്തിനൊരു ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ മാറ്റി ഉത്തരേന്ത്യയിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരിൽ നിന്നാണോ പണം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറഞ്ഞു വെക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അവിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടത്തി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലും അത് വളരെ ഗൗരവമുള്ള പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏതാണ്ട് 2500ഓളം വോട്ട് അഡ്രസ്സ് ഇല്ലാത്ത, പേരില്ലാത്ത, വീടില്ലാത്ത, യാതൊരു തരത്തിലുള്ള തിരിച്ചറിവുമില്ലാത്ത നിലയിൽ, പിന്നെ ഇരട്ട വോട്ട് ഉൾപ്പെടെ 2500ഓളം വോട്ട് അവിടെ ചേർത്തിട്ടുണ്ട് ആ ഒരു മണ്ഡലത്തിൽ മാത്രം. അതിന് മുഖ്യ നേതൃത്വം കൊടുത്തത് നല്ല കള്ള ഐഡൻറ്റിറ്റി എല്ലാം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടി, അതിൻ്റെ സ്ഥാനാർത്ഥി തന്നെ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവരെന്നെയാണ് ചേർത്തത്. അതിൽ കുറേ വോട്ട് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തത് ഔദ്യോഗിക പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന BLOമാരാണ്. ഇന്നവിടെ മാർച്ച് നടത്തിയപ്പോൾ കളക്ടറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും മെമ്മോറാണ്ടം കൊടുത്തു. അപ്പോൾ കളക്ടർ പറഞ്ഞത് ഒരാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് ഞങ്ങൾ ശക്തിയായിട്ട് സ്വീകരിക്കും. അല്ലെങ്കിൽ എത്ര വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ ധാരണ. ഒറ്റ വോട്ടേ ചെയ്യാൻ പാടുള്ളൂ. 2, PLOമാർ തെറ്റായ രീതിയിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 500 വോട്ട് ഇപ്പം തന്നെ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഞങ്ങൾ പറഞ്ഞ 2500 ആണെങ്കിൽ 500 ഇപ്പം തന്നെയായി. ഇനിയും പരിശോധിച്ചുകൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാട് സ്വീകരിച്ച BLOമാരുടെ പേരിൽ നടപടി സ്വീകരിക്കും എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കലിൻ്റെ വേറൊരു ഭാഗമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് കള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കി, കാർഡുണ്ടാക്കി, അങ്ങനെയാണ് ജയിച്ചത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞതാണ് രാഹുൽ മാക്കൂട്ടത്തെ പറ്റി. ഇവിടെ വോട്ടർ ലിസ്റ്റിൽ തന്നെ പുതിയ ആളുകളെ ചേർത്ത് അത് ആരെയും അഡ്രസ്സ് ഇല്ല, എവിടെയാണെന്ന് അറിയില്ല, ഒരു വീട്ടിലും അതിന് അവരെപ്പറ്റി അറിയില്ല. ഇപ്പോഴാണല്ലോ ഇത് കൃത്യമായിട്ട് മനസ്സിലായത്. ഇപ്രാവശ്യം മുഴുവൻ വീടും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, എണ്ണയിട്ട യന്ത്രം പോലെ UDF പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായിട്ട് നടത്തുന്നില്ല. അവിടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ബൂത്തും ഓരോ വീടും കൃത്യമായിട്ട് നിരവധി പ്രാവശ്യം LDF പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോഴാണ് ഈ കണക്കെല്ലാം കിട്ടിയത്. അപ്പോഴാണ് ഈ അഡ്രസ്സ് ഇല്ലാതെ വോട്ട്, ആളില്ലാതെ വോട്ട് എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല. വീട്ടുകാരോട് ചോദിച്ചാൽ മതി, ഇവിടെ ഇങ്ങനൊരു വോട്ടറുണ്ടോ? ഇവിടെ ഇങ്ങനൊരു വോട്ടറില്ല, പക്ഷേ പേരുണ്ട്, ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരുണ്ട്. അപ്പോൾ ആ പേര് എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല. അങ്ങനെയുള്ള 2500 വോട്ടുണ്ട്. ആ വോട്ട് മുഴുവൻ നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കള്ള വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് വരും. അത് ജയിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കള്ള വോട്ട് പറ്റില്ല, നീക്കണം. അത് BLOമാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് നടത്തിയത്. ആ BLOമാരുടെ പിന്തുണയോട് നടത്തിയിട്ടുള്ള ഈ കാര്യം ശക്തിയായിട്ട് അവിടെ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നടപടി സ്വീകരിക്കും എന്ന് കളക്ടർ ഇപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് ചില പത്രങ്ങൾ തന്നെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ള കാര്യമാണ്. അത് കോഴിക്കോട് ചേവായൂർ, സാധാരണ രീതിയിൽ അത്ര വലിയ ദേശീയ പാർട്ടിയാക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഒരു പത്രം ഇന്ന് മുഖപ്രസംഗം എഴുതിയ പശ്ചാത്തലത്തിൽ അത് വിശദീകരിക്കാതിരുന്നാൽ ശരിയാകും. പത്രത്തിൻ്റെ വിശദീകരണം കേട്ടാൽ ഏകപക്ഷീയമായിട്ട് അവിടെ എന്തോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ബാങ്ക് പിടിക്കാൻ വേണ്ടി നടന്ന ഒരു പ്രക്രിയയെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യവും ഇലക്ഷൻ നടന്നിട്ടുണ്ട്. ഞങ്ങൾ മത്സരിച്ചില്ല, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇപ്പം പുതിയ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് 1 കോടി ഉറുപ്പിക DCC ഓഫീസിൽ എത്തിക്കണം എന്നാണ് അവിടെ നിയമനം നടത്തി. വെറുതെയല്ല രാജിവെച്ച് നിലപാട് സ്വീകരിച്ചത്.
1 കോടി രൂപ DCC ഓഫീസിലേക്ക് എത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞു എന്ന് ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തന്നെ അഡ്വക്കറ്റാണ് കൃത്യമായിട്ട് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിശക്തിയായ രീതിയിലുള്ള ഒരു വിയോജിപ്പിനെ തുടർന്നാണ് അവരവിടെ ഔദ്യോഗിക കോൺഗ്രസ് പാനലിനെതിരായിട്ട് മത്സരിച്ചത് 7 പേര്. ഞങ്ങളതിനോടൊപ്പം ചേർന്ന് 4 പേര്, ഞങ്ങൾ 4 ആളേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോൾ ചെയ്തത് ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നത് 8400ഓളം ആളുകൾ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്ത് 6000. പറയുന്നതിനും എഴുതുന്നതിനും എന്തെങ്കിലും വ്യവസ്ഥ വേണം, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പത്രം. കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ പോളിംഗ് നടന്നത് 6000 ആകെ വോട്ട്. ഇപ്രാവശ്യം പോളിംഗ് നടന്നത് 8400. 1300 വരെ വോട്ടിനാണ് അവിടെ ജയിച്ചത്. എന്നിട്ട് അവിടെ വന്ന് അവിടെ തിരിച്ചയച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൊട്ടേഷൻ സംഘത്തെ അയക്കുകയായിരുന്നു കോൺഗ്രസ്. ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘത്തെ അയക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. നിങ്ങളാരും മുണ്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെയാണ് ആ വിവരം പുറത്തു വന്നത്. സുധാകരനാണ് പ്രസംഗിച്ചത്. അവിടെ സുധാകരൻ പ്രസംഗിച്ചിട്ട് പറഞ്ഞതെന്താ, വിമതന്മാരെ ഒന്നിനെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല. എല്ലാ ഭാഗത്തുനിന്നും ശൂലങ്ങൾ വരും, അതിന് മുമ്പിൽ ഞാനുണ്ടാവും. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിമതനായിട്ട് നിന്നാൽ, അവർക്ക് വോട്ട് ചെയ്താൽ പിന്നെ ഞങ്ങളിവിടെ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പരസ്യമായിട്ട് പച്ചയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വാർത്തയായിട്ട് വന്നില്ല. അത് ചിലർ മാത്രം ഇങ്ങനെ അല്ലറ ചില്ലറ കൊടുത്തു ഒഴിവാക്കി. അതിൻ്റെ തുടർച്ചയായിട്ട് ഉറപ്പല്ലേ സുധാകരൻ ഇത് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘം ഉണ്ടാവും എന്നുള്ളത്. ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘം, നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ, 8000-ഓളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ വോട്ട് ചെയ്യുന്നതിൻ്റെ പല ഭാഗത്തായിട്ട് സംഘർഷം ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു, നല്ല രീതിയിൽ പ്രതിരോധിച്ചു. ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നു. 1300ഓളം വോട്ടിന് ഇവരെല്ലാം ജയിക്കുന്ന നില വന്നു. പുതിയ പ്രസിഡന്റ് വന്നു. പുതിയ പ്രസിഡന്റ് ഞങ്ങളാരും ആയിരുന്നില്ല, പഴയ കോൺഗ്രസിൻ്റെ തന്നെ നേതാവാണ് അഡ്വക്കേറ്റ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ MP ഗോവിന്ദനാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാലക്കാട് ഇടതുപക്ഷം ഒന്നാമതെത്തുമെന്നും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പാണക്കാടുമായി ബന്ധപ്പെട്ട പരാമർശം അത് രാഷ്ട്രീയ പരാമർശമാണെന്നും അതിനെ വർഗീയവത്കരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നുമാണ് MP ഗോവിന്ദൻ പറഞ്ഞത്.